ഒരു മാസക്കാലമേ ഞാൻ ഇവിടുന്ന് മാറി നിന്നുള്ളൂ. അതിനിടയിൽ രണ്ടാളും കൂടെ കണ്ടെത്തിയത് പീറ്ററെ, ഇക്കാര്യത്തിൽ തനിക്കെങ്കിലും അല്പം ബുദ്ധി ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അതോ എല്ലാം രണ്ടാൾക്കും കൂടി പങ്കിടാന്ന് കരുതിയോ? ഏയ്, അങ്ങനെയല്ല ശിവൻ. താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏയ്, ഞങ്ങളത് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ കൊള്ളാം. ആനന്ദിനാടോ ചാമ്പൽമേടാണെന്ന് കരുതി മറ്റെവിടെയൊക്കെയോ പോയത്? സത്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. തെറ്റുപറ്റിയത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പറ്റി. ഇത് കഥ വേറെയാ. ചാമ്പൽമേട് എന്ന് പറയുന്നത് കിഴക്കൻ ജില്ലകളിൽ എവിടെയോ ആണ്. അതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ല. പതിറ്റാണ്ടുകൾക്കിപ്പുറവും പകലുപോലും നരികൾ വിഹരിക്കുന്ന ഇടതൂർന്ന വനഭൂമി. ഒരിക്കൽ നാഷണൽ ജിയോഗ്രഫിക്ക് വേണ്ടി വനഭംഗി പകർത്താൻ വന്ന ഡച്ചുകാരനായ ഡേവിഡ് ക്യാനേഫ് എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സ്വതവേ ശീതക്കാറ്റ് ചൂളം കുത്തുന്ന ചാമ്പൽമേട്ടിലെ ഇടവഴിയിൽ ഒരു കാഴ്ച കാണും. എന്ത് കാഴ്ച! പാവൻ ഡച്ചുകാരൻ സാഹിബിന് അത്ര പരിചയമില്ലാത്ത സുഗന്ധവും പേറി വന്ന ആ കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. പന്നിയാടോ, കൊണ്ടില്ല. അതൊരു ചെറിയ കല്ലായിരുന്നു. കറുത്തതെങ്കിലും മരതകം പോലെ തിളങ്ങുന്ന കല്ല്. പ്രേതശില. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയതോ? അത് വെറും കല്ല്, ഏതോ കല്ല്. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നടന്നില്ലല്ലോ, നടക്കാൻ പോകുന്നതല്ലേ ഉള്ളു. ചെറിയ കല്ലിലെ അത്ഭുത പ്രകാശത്തിന്റെ മായക്കാഴ്ചയിൽ മതിമറന്ന സായിപ്പ് ആ കല്ല് പോയെടുത്തു. പീറ്ററെ, ഇതിലെ തമാശ ഇതല്ല. ഏകദേശം അതേ സമയം അതേ ദിവസം സായിപ്പിന്റെ ചലനമറ്റ ശരീരം നിലയ്ക്കൽ തറവാടിന്റെ പണ്ടാരപ്പുരയ്ക്ക് അടുത്ത് നിന്ന് കിട്ടി. അതെങ്ങനെ? കാട്ടിൽ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വന്ന സായിപ്പിന്റെ കഥ എങ്ങനെ ജനം അറിഞ്ഞു? ചെമ്പനെ കാണാൻ താനയച്ച 2 പിള്ളേര് ഇതുവരെയും തിരികെ വന്നിട്ടില്ല. അവരിനി തിരികെ വരില്ലടോ. തിന്നു, ചാലിപ്പുഴ തിന്നു.